ഉണ്ടോ? എനിക്ക് വയറ്റിൽ സുഖമില്ലാത്ത വന്നപ്പോൾ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു കറിയാണ്. ആഹാരമൊന്നും അന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തു ചെയ്തു? എനിക്ക് വിശപ്പ് കുറവ്, വയറ്റിനകത്ത് നോവ്, വയറ്റിൽ നിന്ന് രക്തം പോവുക, അൾസറ്, ആ കൂട്ടത്തിലൊരു ടൈഫോയിഡും കൂടെ പിടിച്ചു. അപ്പോൾ അത് പനിയുമുണ്ട്, മാറുന്നതല്ല. ആദ്യം നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പോയി അവർ എന്തോ ഒരു മരുന്ന് എഴുതി തന്നു, അത് മേടിച്ചു. കുറച്ച് നാൾ അങ്ങനെ കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. പിന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. ഇപ്പോൾ ഇന്നത്തെ പോലെയൊന്നുമല്ല അന്നത്തെ സർക്കാർ ആശുപത്രി. അവർക്ക് അത്ര നിർബന്ധമൊന്നുമില്ലായിരുന്നു രോഗം മാറിക്കിടുന്നു. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയപ്പോഴും തദൈവ. എന്നിട്ട് ആഹാരമൊന്നും കഴിക്കാതെ എന്തായാലും നമ്മുടെ ശരീരം അങ്ങോട്ട് നേരെ ആകുകയല്ലോ, ആരോഗ്യം ഉണ്ടാകുകയല്ലോ. അപ്പോൾ എന്തേലും കഴിക്കണ്ട. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് തോന്നി എന്തായാലും കഴിക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചമ്മന്തിയാണ്, കുറച്ച് തേങ്ങ, അങ്ങനെ ഒരു നേരം കഴിക്കാനുള്ള ചമ്മന്തിക്ക് പാകത്തിന് ഒരു ഇതിപ്പോൾ ഒരു 6 കാന്താരി ഉണ്ട് കേട്ടോ, കാന്താരി മുളകാണ്. അത് ഞാനൊരു എണ്ണം കുറച്ചാണ് എടുത്തത്. ഒരു ഇത്ര ഇഞ്ചി, ഒരല്പം ഉപ്പും. അപ്പോൾ ആ ഉപ്പും കൂടെ കൂട്ടി നന്നായിട്ടങ്ങ് അരച്ചു, വെണ്ണ പോലെ. അങ്ങനെ ഇച്ചിരി തരി പോലും ഇല്ലാത്ത രീതിയിൽ അരച്ച് ഭംഗിയാക്കി അതിനെ കുറച്ച് കഞ്ഞി, നമുക്കൊരു 1.5 തവി കഞ്ഞി എടുത്തു. അതിനകത്ത് കൂടുതൽ വെള്ളമായിരിക്കും. അപ്പോൾ കഞ്ഞിവെള്ളമോ വെള്ളമോ എന്തേലും, തിളച്ച വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ, അതിനകത്തേക്ക് ഞാനിതിനെ അങ്ങ് കലക്കും നന്നായിട്ട്. എന്നിട്ടപ്പോൾ അങ്ങ് കുടിച്ചു. ആദ്യത്തെയൊക്കെ പലരും പറഞ്ഞു പുകയും വയറ് ഇതാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാന്താരിയാണ്. ഈ കാന്താരിക്കൊരു ഗുണം, മുറിവിനെ ഉണക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനതങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇഞ്ചി അതുപോലെ തന്നെ. ഇതൊക്കെ വയറിന് നല്ല സാധനമാണെന്ന് എനിക്ക് തോന്നി. ഞാനതൊരു 3-4 ദിവസം അങ്ങനെ കഞ്ഞി മാത്രം കഴിക്കും. 3 നേരവും ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കും. ചമ്മന്തി ഉണ്ടാക്കി തരും കേട്ടോ. ഇപ്പം ഞാൻ തന്നെയൊക്കെ എല്ലാം ചെയ്യുന്നത്. അന്ന് ഞാൻ പറയുന്ന പോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരും മക്കളോ ഭാര്യയോ ആരെങ്കിലുമൊക്കെ. ഇന്നിപ്പോൾ എനിക്ക് 2ാം പ്രാവശ്യം, കഴിഞ്ഞ മാസം ഈ പറഞ്ഞ പോലെ വായ്ക്കകത്തെല്ലാം പുണ്ണ് വന്നു, വയറ്റിനകത്തെല്ലാം വേദനയും ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത പോലെയുള്ള. അപ്പം ഞാൻ ആശുപത്രിയിൽ നിന്ന് അതിനൊന്നും മരുന്ന് വാങ്ങിയില്ല, ഇത് അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടെ പല്ലുവേദനയ്ക്ക് മരുന്ന് മേടിച്ചു കേട്ടോ. പല്ലെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിനിപ്പം ഡോക്ടറെ കണ്ട് അനുവാദമൊക്കെ വാങ്ങിയാൽ മരുന്ന് നിർത്തിയാൽ അവരെടുക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പല്ലെടുത്തിട്ടില്ല. എന്നാലും ഇതൊരിപ്പം 3-4 ദിവസമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു നേരം കഞ്ഞി കുടിക്കും. അപ്പോൾ ഇതരച്ച് മര്യാദയ്ക്ക് കലക്കി കഞ്ഞി കുടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അരയും. അതാണ് എനിക്ക് ഇതിൻ്റെ തേങ്ങാപ്പീരയൊന്നും തരിതരിയായിട്ട് കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. അത് തോരനകത്തൊക്കെ ഇട്ടാലും തേങ്ങാപ്പീരയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല, പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പറ്റും എന്തായാലും. ഞാനിതാണ് എൻ്റെ ഔഷധം. ഇപ്പോൾ അത് 10-20 കൊല്ലം മുമ്പേ ഞാൻ ചെയ്തു ശീലിച്ചതാണ്. ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ വയറ്റിൽ വേദനയും ഒക്കെ വരുമ്പോൾ, വായ്പുണ്ണൊക്കെ വരുമ്പോൾ മിക്കവാറും ഞാനിത് ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഞാനിത് ചെയ്തില്ല. അപ്പോൾ അത് ഡോക്ടർ എനിക്കൊരു വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറിച്ച് തന്നത്, അങ്ങനെ മാറി. പക്ഷേ വീണ്ടും ഈ മാസമായപ്പോൾ അത് വീണ്ടും വന്നു. അപ്പോൾ ഇപ്പോൾ ഇത് 2 ആഴ്ചയായി ഞാനിങ്ങനെ കഴിക്കുന്നു. കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ വായിലെ പുണ്ണ് കുറഞ്ഞു, എന്നാലും മാറിയിട്ടില്ല, പരിച്ഛേദം മാറിയിട്ടില്ല. വയറ്റിലെ വേദനയും നോവുമൊക്കെ മാറി. ആഹാരമൊക്കെ കുറേശ്ശെ കഴിക്കാം. എന്നാലും ഞാൻ ഈ ഇറച്ചിയും മീനൊന്നും ഇപ്പോൾ തിന്നുന്നില്ല. കാരണം വയറല്ലേ, അതും വായിക്കാത്ത പുണ്ണും ഒക്കെ കൂടെ ആയതുകൊണ്ട് അതൊക്കെ വളരെ ലിമിറ്റ് ചെയ്തേക്കുവാണ്. അങ്ങനെ ഇപ്പോൾ ഇതാണ് ഒരു നേരത്തെ ആഹാരം എന്ന് പറയുന്നത്. അത് ഉച്ചയ്ക്കത്തെ. രാവിലത്തെ ആഹാരം വേറെ ഉണ്ട്, രാവിലെയും വൈകിട്ടൊക്കെ. അത് ഞാൻ എന്താണെന്ന് ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ചമ്മന്തി. ഇപ്പോൾ ഇത് ഞാനിനി അരയ്ക്കാനെടുത്ത് വെച്ചേക്കുവാ. അപ്പോൾ ഉച്ചയായല്ലോ. അപ്പോൾ അരച്ചവിടെ വെച്ചേക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല.
അപ്പോൾ കഞ്ഞി കുടിക്കാൻ നേരത്തെ ഇതിനെ ഭംഗിയായിട്ട് അരച്ച് അത് ആ കഞ്ഞിയിലേക്ക് കലക്കി, ഇതിന് ഉപ്പ് ചേർക്കും കേട്ടോ, ഉപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചില്ല, ഇതിന് പാകമായ ഉപ്പ്. ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാലും കഞ്ഞിയിൽ ഉപ്പിടാതിരുന്നാൽ മതി. ഇതിൽ ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലും സാരമില്ല, കഞ്ഞിയിൽ ഇച്ചിരി ഉപ്പിട്ടാൽ മതി. അപ്പോൾ എങ്ങനെയായാലും കണക്കായത് ഇച്ചിരി ഉപ്പും കൂടെ വെച്ചൊന്ന് നന്നായിട്ട് ഞാൻ അരച്ച് കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കേട്ടോ കൂട്ടുകാരി.